ഇപ്പം ഞാൻ ചെയ്യുന്ന പല വീഡിയോയുടെ താഴെ പല രീതിയിലുള്ള കമൻറ്റുകളാണ് വരുന്നത്. നിങ്ങൾക്കറിയാം, ഒരു വിഭാഗം എന്നെ പച്ചത്തെറിയാണ് വിളിക്കുന്നത്. പക്ഷെ അതൊക്കെ ആസ്വദിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം അവർക്കും അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്, പക്ഷെ അവർക്കൊന്നും പറയാനില്ല, അതിൻ്റെ പേരിൽ തെറി വിളിക്കുന്നു. എന്നാൽ ഞാനീ കൊടുത്തതുമായി ബന്ധപ്പെട്ട സ്റ്റോറിയുടെ കണ്ടന്റിന് ഇവരെന്തെങ്കിലും അഭിപ്രായം പറയുന്നുണ്ടോ? ഇതാണ് ചോദ്യം. കാരണം അവർക്കത് പറയാനില്ല, അല്ലെങ്കിൽ പറയാൻ അറിയില്ല, അല്ലെങ്കിൽ ഈ മേഖലയെപ്പറ്റി, വാറുമായിട്ടുള്ള മേഖലയെപ്പറ്റി ഇവരുടെ അറിവ് വലിയ പൂജ്യമാണ്. അതുകൊണ്ടാണ് ഇവർ തെറി വിളിക്കുന്നത്. പിന്നെ മറ്റൊരു ചോദ്യം പലതും വന്നിട്ടുണ്ട്. അതായത്, ഞാൻ വാറിനെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ഒരിക്കലുമല്ല. ഞാൻ 100% വാറിനെ എതിർക്കുന്നയാളാണ്, യുദ്ധത്തിനെ. അതേപോലെ ടെററിസം, അതിനെ പൂർണ്ണമായിട്ട് എതിർക്കുന്നയാളാണ്. ടെററിസത്തെ സപ്പോർട്ട് ചെയ്യുന്നവനെ ഏറ്റവും കൂടുതൽ വെറുക്കുന്നവനും കൂടാണ് ഞാൻ. അത് പണ്ട് മുതലേ ഉള്ളതാണ്. കാരണം ഇതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇതിൻ്റെ ഭീകരാവസ്ഥ എന്തുവാണെന്നുള്ള, ടെററിസം ആണെങ്കിലും റിപ്പോർട്ട് ചെയ്യ വാർ എന്തുവാണെന്നും ഭൂമികുലുക്കം എന്തുവാണെന്നും ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഈ കാണാത്ത കുറച്ച് കോന്തന്മാർ പച്ചത്തെറി വിളിക്കുന്നു. അതിന് ഞാനെന്ത് ഉത്തരം കൊടുക്കാനൊന്നുമില്ല. ഞാൻ അവർക്ക് ഉത്തരം കൊടുക്കാൻ തയ്യാറുമല്ല. പിന്നെ ചില ആൾക്കാർ ചോദിക്കുന്നത്, എനിക്ക് ഡിഫൻസിനെ പറ്റി വല്ലതും അറിയാവുമെന്ന്. വളരെ കൃത്യമായിട്ട് പറയാം, ഞാൻ 10ഓളം വർഷം ഇന്ത്യൻ ഡിഫൻസിൻ്റെ ബീറ്റ് ജേർണലിസ്റ്റായിരുന്നു. അപ്പം നിങ്ങൾക്കറിയാം, ബീറ്റ് ജേർണലിസ്റ്റ് ആകുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട പല കാര്യങ്ങളും അറിയാം. ഏകദേശം 20 വർഷത്തോളമാണ് തെഹൽക്ക ഡിഫൻസ് കേസുകൾ ആർമിയുടെ കോർട്ട് മാർഷലുമായിട്ട് ബന്ധപ്പെട്ട് നടന്നത്. ഇതിലെനിക്ക് ഇഷ്ടം പോലെ ഡിഫൻസ് ഓഫീഷ്യൽസിനെ അറിയാം ശരിക്കും. അതായത് ജനറൽ റാങ്ക് മുതൽ അങ്ങ് താഴെയോട്ട് ജവാൻ വരെയുള്ളവരുമായിട്ട് ബന്ധമുണ്ട്. അതിനകത്ത് ടെക്നിക്കലി വളരെ സൗണ്ടായിട്ടുള്ള ആൾക്കാരെ അറിയാം. മിലിറ്ററി സ്ട്രാറ്റജിയെ പറ്റിയുള്ളവരെ അറിയാം. ഈ ബ്രിഗേഡിയർ, ഈ മേജർ ജനറൽ എന്ന് പറയുന്നവരൊക്കെ വിദേശത്ത് പോയി കോഴ്സ് എടുത്തവരാണ്. അതെങ്കിലും മനസ്സിലാക്കിയിരിക്കുക. പിന്നെ എനിക്കെങ്ങനെയാണ് ഈ ഇൻഫർമേഷൻ കിട്ടുന്നത്? അതായത്, ഞാൻ ഏകദേശം വളരെയധികം ഇൻ്റർനാഷണൽ ന്യൂസ് പേപ്പർ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അതായത് പണം കൊടുത്ത് വാങ്ങുന്നുണ്ട്. അത് നോക്കിയാണ്. പിന്നെ ഡിജിറ്റലാണ്, പെട്ടെന്നാണ് ഇതെല്ലാം വരുന്നത്. പിന്നെ മറ്റുള്ള ഭാഷ, റഷ്യൻ ഭാഷ, ജർമ്മൻ ഭാഷ, ഫ്രഞ്ച് ഭാഷ, ഈബ്രു, അതേപോലെ ചില പ്രധാനപ്പെട്ട ഭാഷകളിലുള്ള വാർത്തകളുമായിട്ട്, അതായത് മിഡിൽ ഈസ്റ്റാണ് ഇപ്പം വെച്ചിരിക്കുന്നത്. അപ്പം ഗൂഗിളിനകത്ത് അപ്പം അവരെന്തെങ്കിലും വാർത്ത ചെയ്യുമ്പോൾ എനിക്ക് പെട്ടെന്ന് നോട്ടിഫൈ ചെയ്യും. കാരണം ഡിജിറ്റലാണ്, വളരെ ഫാസ്റ്റായിട്ടാണ് കിട്ടുന്നത്. പിന്നെ ഇത് ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്യും. പിന്നെ ഈ വാർത്തയുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യയിൽ അറിയാവുന്ന ഒഫീഷ്യൽസിനോടും ലോകത്ത് പല ജേർണലിസ്റ്റുകളോടും എനിക്ക് പേഴ്സണലായിട്ട് പരിചയമുള്ളവർ, അവരോടൊക്കെ കൺഫേം ചെയ്തിട്ടാണ് ഓരോ വീഡിയോകൾ ഞാൻ ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ചലഞ്ച് ചെയ്യുന്നത്. എൻ്റെ കണ്ടൻറ് എന്ന് പറയുന്നത് അത് വളരെയധികം പഠിച്ച ശേഷമാണ് നിങ്ങളോട് പറയുന്നത്. പിന്നെ അത് ഡ്യൂ ഡെലിജൻസ് ആയിട്ട് ഇത് പലയിടത്തും റീകൺഫേം ചെയ്യും. കാരണം ഇന്നത്തെ സാഹചര്യത്തിൽ റീകൺഫേം ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. കാരണം നമുക്ക് അറിയാം ഇന്നതാണ് വിഷയം, ആ വിഷയത്തിൽ ഇന്ന ടോപ്പിക്കാണ് എടുക്കുന്നത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട പല എക്സ്പേർട്ടുകളെ എനിക്ക് നേരിട്ടറിയാം. അപ്പോൾ പലരോടും ചോദിച്ചിട്ടാണ് മനസ്സിലാക്കിയ ശേഷമാണ് ഞാൻ ഈ കസേര വന്നിരിക്കുന്നത് വീഡിയോ ചെയ്യാൻ. പിന്നെ ഞാനൊരു ഉഴപ്പനായതുകൊണ്ട് ഡെയിലി എനിക്ക് ഈ മിഡിൽ ഈസ്റ്റുമായിട്ട് ഇഷ്യൂവിലൊരു 4-5 വീഡിയോ എനിക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ ഞാൻ ഈ വലിയ ഉഴപ്പനായതുകൊണ്ടാണ് ഈ 2 വീഡിയോയിലും 3 വീഡിയോയിലൊക്കെ ഒതുക്കുന്നത്. അപ്പോൾ ഇപ്പം പറയാനുള്ള വീഡിയോ എന്ന് പറയുന്നത്, ഫ്രഞ്ച് ന്യൂസ് പേപ്പറിൽ ഇന്നലെ വന്ന ഒരു വാർത്തയാണ്. അത് റഷ്യയിലുള്ള ന്യൂക്ലിയർ സയൻറ്റിസ്റ്റുകളെ കോട്ട് ചെയ്തുകൊണ്ടാണ് ആ വാർത്ത വന്നിരിക്കുന്നത്. വാർത്ത വളരെ രസകരമായൊരു വാർത്തയാണ്. ഇറാൻ ഭരണാധികാരികൾ റഷ്യൻ ന്യൂക്ലിയർ സയൻറ്റിസ്റ്റിനോടും അവിടെയുള്ള പ്രസിഡന്റ് പുടിനോടും റിക്വസ്റ്റ് കൊടുത്തിരിക്കുകയാണ്. അവരുടെ ഇറാൻ്റെ കയ്യിലുള്ള ന്യൂക്ലിയർ വെപ്പൺസ് ഡിഫ്യൂസ് ചെയ്യാൻ വേണ്ടി ഭയന്നു അവർ. അതുകൊണ്ടാണ് അവർ പ്ലാന്റ് കംപ്ലീറ്റ് അടച്ചിട്ടേക്കുന്നത്. എന്തുകൊണ്ടാണ് ഭയന്നത്? കാരണം ഇറാൻ്റെ കയ്യിൽ ന്യൂക്ലിയർ വെപ്പൺസ് ഉണ്ട് എന്നുള്ളത് ലോകത്തെല്ലാവർക്കും അറിയാവുന്ന കാര്യം. അവരാരോടും പറഞ്ഞിട്ടില്ലെങ്കിലും പക്ഷെ ഒരു കാര്യമാണ്, ഇറാൻ ഒരു കാരണവശാൽ ഇന്നേ വരെ അവരുടെ ന്യൂക്ലിയർ വെപ്പൺസ് ട്രയൽ നടത്തിയിട്ടില്ല. ഇപ്പോൾ ഇന്ത്യയുടെ കാര്യം നിങ്ങൾക്കറിയാം, നമ്മൾ ഓരോ വെപ്പൺസ് ഉണ്ടാക്കലും പോക്കറാലും അവിടെയൊക്കെ ട്രയൽ നടത്തും.
പക്ഷെ ഇവരിന്ന് വരെ ട്രയൽ നടത്തിയിട്ടില്ല. ഇവർ ഈ ന്യൂക്ലിയർ വെപ്പൺസ് ഉണ്ടാക്കിയതിൻ്റെ രീതി നിങ്ങൾ നേരത്തെ വാർത്ത സ്ഥിരമായിട്ട് കാണുന്നവർക്കറിയാം. പാകിസ്ഥാനിൽ നിന്നുള്ള ന്യൂക്ലിയർ സയൻറ്റിസ്റ്റിനെ കൊണ്ടുവരുന്നു, മറ്റ് പല സയൻറ്റിസ്റ്റുകളെ കൊണ്ടുവരുന്നു. കാരണം ഇറാൻ്റെ മുകളിൽ ന്യൂക്ലിയർ സാങ്ഷനാണ് 40-40 വർഷം കൊണ്ട്. അപ്പം ഇവരെ മുഴുവനും പണം കൊടുത്താണ് ഈ സയൻറ്റിസ്റ്റുകളെ കൊണ്ടുവന്ന് ഇവർക്ക് ഈ ന്യൂക്ലിയർ വെപ്പൺസ് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള സഹായം കിട്ടിയത്. അതേപോലെ നിങ്ങൾ വാർത്ത വായിച്ച് കാണും, ഈ എൻറിച്ച് യുറേനിയം ഇറാൻ പല ഭാഗത്തുനിന്ന് കള്ളക്കടത്തിയാണ് കൊണ്ടുവരുന്നത് ആൾക്കാർക്ക്. കാരണം സാങ്ഷൻ ആയതുകൊണ്ട് ആൾക്കാർക്ക് ഡയറക്റ്റായിട്ട് കൊടുക്കാൻ പറ്റത്തില്ല. അപ്പം പണം ഹവാല രീതിയിലും ക്രിപ്റ്റോ കറൻസിയിലും മറ്റുള്ള രീതിയിലൊക്കെ ട്രാൻസ്ഫർ ചെയ്ത് ഓരോ ഏജൻറ്റ് ത്രൂ ആണ് ഇവർ ഓരോ സാധനവും അവിടെ കൊണ്ടുവന്നത്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇറാൻ കംപ്ലൈൻറ്റ് ചെയ്ത് അമേരിക്ക ഇടപെട്ട് പാകിസ്ഥാൻ്റെ മുകളിൽ സാങ്ഷൻ ഉണ്ടായി. ഇതേപോലെ അവരുടെ ന്യൂക്ലിയർ സയൻറ്റിസ്റ്റായ അദ്ദേഹത്തെ പിന്നെ വീട്ടു തടങ്കലിലാണ് ഇട്ട് അദ്ദേഹം മരിച്ചുപോയി. അതേപോലെ തന്നെ നിങ്ങൾക്കറിയാവുന്ന വസ്തുതയാണ്, ഞാൻ പഴയ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഏകദേശം 100-ലധികം ഇറാനിയൻ ന്യൂക്ലിയർ സയൻറ്റിസ്റ്റുകളെ ഇസ്രായേൽ കൊന്നു. ഇവർക്ക് പല എൻറിച്ച് യുറേനിയം അങ്ങനെ ടെക്നിക്കൽ സപ്പോർട്ട് കൊടുത്ത തേർഡ് പാർട്ടി, അതായത് ഏജൻറ്റുമാർ, അവരെ വരെയാണ് ഇവർ കൊന്നിരിക്കുന്നത്. ഇപ്പോൾ ഉണ്ടായ സംഭവം വളരെ വിചിത്രമാണ്. ഇറാൻ അറിയാം, ഉറപ്പായിട്ടും അറിയാവുന്ന വസ്തുതയാണ്, ഇസ്രായേൽ തിരിച്ചടിക്കും. അവർ തിരിച്ചടിക്കുന്ന സമയത്ത് അവരുടെ പ്രൈം ടാർഗറ്റ് എന്ന് പറയുന്നത് ഇറാനിലെ ന്യൂക്ലിയർ വെപ്പൺ ഫെസിലിറ്റിയാണ്. അപ്പോൾ ഏറ്റവും തമാശയെന്ന് പറയുന്ന ആ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത്, ഇവർക്കറിയത്തില്ല, ഇവരുടെ ഇന്നുള്ള സയൻറ്റിസ്റ്റുകൾക്കും ഒരു പിടിയുമില്ല ഈ സാധനത്തെ എങ്ങനെ ഡിഫ്യൂസ് ചെയ്യണം. കാരണം അവിടെ വന്ന് ബോംബ് വീണ് പൊട്ടിക്കഴിഞ്ഞാൽ ഇതിൻ്റെ റേഡിയേഷൻ ആ ഇറാൻ നഗരത്തെ മുഴുവനും തകർക്കും. ഇതിനെ ഇപ്പം കൺട്രോൾ ചെയ്യണം. ഇതാണ് ഇപ്പം ഇറാന് പറ്റിയിരിക്കുന്ന അവരിപ്പം നോക്കിക്കാണുന്ന ഏറ്റവും വലിയ പ്രശ്നം. അതിൻ്റെ പേരിലാണ് 10-20 പ്രാവശ്യം അവർ പറയുന്നത്, ഞങ്ങൾ ഇനി വാറിനില്ല, ഞങ്ങളുടെ പ്രശ്നം കഴിഞ്ഞു. കാരണം ഇവർ പിന്മാറുന്നതിൻ്റെ പേടി ഇതാണ്. കാരണം ഇവരുടെ സയൻറ്റിസ്റ്റുകളും ഏകദേശം വളരെയധികം സയൻറ്റിസ്റ്റ് ഇവരെ പലരെയും കൊന്നതിൻ്റെ പേരിൽ അവരുടെ പല സീനിയർ സയൻറ്റിസ്റ്റുകൾ ഇറാൻ വിട്ടുപോയി. ഇപ്പം ഇവരെയെല്ലാം ഇറാൻ വിട്ടു പോകാൻ സഹായിച്ചത് ഇസ്രായേലാണ്. ഇപ്പം ഇവരുമായിട്ട് ഇസ്രായേലിൻ്റെ ഈ മൊസാദ് ആണെങ്കിലും അവരുടെ ഡിഫൻസ് ഓഫീഷ്യൽസ്, അവരുടെ ന്യൂക്ലിയർ സയൻറ്റിസ്റ്റുകളും എല്ലാം വളരെ നേരത്തെ ഇൻ്റർവ്യൂവും ക്വസ്റ്റ്യൻസൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഇസ്രായേലിന് വ്യക്തമായിട്ടും അറിയാം എന്തൊക്കെയാണ് ഇറാൻ്റെ കയ്യിലുള്ള ന്യൂക്ലിയർ പ്രോഡക്റ്റ്. കൃത്യമായിട്ട് ധാരണയുണ്ട് എവിടെയാണ് ഇതുള്ളത്, അതിൻ്റെ ഏതൊക്കെ രീതിയിലാണ് ഇത് ഹിഡൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതൊക്കെ ഇറാനും പിടികിട്ടി തുടങ്ങി. കാരണം അവരുടെ സയൻറ്റിസ്റ്റുകളാണ് പോയേക്കുന്നത്. കാരണം പേടിച്ചാണ് പോയേക്കുന്നത്. കാരണം അവനെ തട്ടുപോന്ന് പേടിച്ചാണ് പോയേക്കുന്നത്. ഇതിൻ്റെ മുഴുവനും ബ്രീഫ് ഇവർ ഇസ്രായേലിന് കൊടുത്തിട്ടുള്ളത് അമേരിക്കൻ ചാരസംഘടനയ്ക്കും കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ഏറ്റവും ഇറാൻ്റെ ഭയം. കാരണം ഈ ബോംബുമെല്ലാം അവിടെ ഒന്ന് പൊട്ടിക്കഴിഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്ന പ്രശ്നമെന്ന് പറയുന്നത് ഇതിനെ കൺട്രോൾ ചെയ്യാൻ ഈ സാധനമൊന്നും ഉണ്ടാക്കി, പക്ഷേ ഇതെന്തെങ്കിലും വന്ന് പൊട്ടിക്കഴിഞ്ഞാൽ ഇതിനെ എങ്ങനെ കൺട്രോൾ ചെയ്യും, റേഡിയേഷൻ എങ്ങനെ കൺട്രോൾ ചെയ്യും, ഇതിൻ്റെ സഹായത്തിനാണ് പുടിനെ വിളിക്കുന്നു. റഷ്യൻ ന്യൂക്ലിയർ സയൻറ്റിസ്റ്റുകൾ ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ചവരാണ്. അപ്പോൾ അവരോട് സഹായം ചോദിക്കുന്നു. ആദ്യം ഇവർ സഹായം ചോദിച്ചത് ടർക്കിഷ് ഗവൺമെൻറ്റിനോടാണ്. ഉറുദുഖാൻ ക്ലീനായിട്ടങ്ങ് പറഞ്ഞു നടക്കില്ല, അത് ഗ്ലോബലായിട്ട് ഇഷ്യൂ ഉണ്ടാകും. കാരണം ഇറാൻ ഇന്ന് വരെ അക്സെപ്റ്റ് ചെയ്തിട്ടില്ല അവർക്ക് ന്യൂക്ലിയർ ഉണ്ട് സംഭവം. കാരണം യുണൈറ്റഡ് നേഷൻ്റെ ന്യൂക്ലിയർ അറ്റോമിക് എനർജി കമ്മീഷൻ എന്ന് പറയുന്നത് അതിനകത്ത് അംഗത്വം ഉള്ളവർക്ക് മാത്രമാണ് ഇത് ശേഖരിച്ച് വെക്കാനുള്ള പെർമിഷൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വളരെ ഇന്ത്യ ന്യൂക്ലിയർ ഇതിനകത്ത് സൈൻ ചെയ്തപ്പോൾ നമുക്ക് ഒത്തിരി നൂലാമാലകളുണ്ട്. അപ്പോൾ ഇതൊന്നും ഇല്ല, അതൊരു സുപ്രഭാതത്തിൽ ഇറാൻ ഈ സാധനമെല്ലാം കള്ളക്കടത്തി കൂടെയും പണം കൊടുത്തിട്ടാണ് ഇതെല്ലാം വാങ്ങി വെച്ചിരിക്കുന്നത്. പക്ഷേ ഈ പൊട്ടന്മാർക്ക് ഇത് ഉണ്ടാക്കി ഇതിന് എങ്ങനെയും പൊട്ടിക്കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താണ്, അതിനെപ്പറ്റി യാതൊരു പിടിയില്ല. അത് തമാശ രൂപത്തിലാണ് ആ പത്രത്തിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇന്ന് അതേ റിപ്പോർട്ട് തന്നെ ജർമ്മൻ പത്രത്തിൽ വന്നു, സ്പാനിഷ് പത്രത്തിൽ വന്നു. അതാണ് ഇന്ന് ഇറാൻ്റെ ഏറ്റവും വലിയ പേടി. കാരണം അവരുടെ ന്യൂക്ലിയർ ഫെസിലിറ്റിയെ ബോംബിടുവാണെങ്കിൽ ഇതിനെ എങ്ങനെ കൺട്രോൾ ചെയ്യും?
അപ്പോൾ അതിനകത്ത് തന്നെ പറയുന്നുണ്ട്, അപ്പോൾ ഇതിനെ കൺട്രോൾ ചെയ്യാൻ ചിലപ്പോൾ വീണ്ടും ഇസ്രായേൽ തന്നെ വരേണ്ടി വരും. കാരണം ഇവന്മാർക്ക് ഇതൊന്നും അറിയത്തില്ല. കാരണം ഇസ്രായേൽ തന്നെ വന്നാണ് ഇത് കൺട്രോൾ. പിന്നെയും അതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യയുടെ കാര്യം പറയാം. അപ്പം നരേന്ദ്രമോദിയും ഇസ്രായേലി ഇപ്പോഴത്തെ പ്രൈം മിനിസ്റ്റർ ബെഞ്ചമിൻ നെതന്യാഹു നരേന്ദ്രമോദിയുടെ ആദ്യത്തെ വിസിറ്റിൽ സൈൻ ചെയ്ത ഒരു ഡീൽ എന്ന് പറയുന്നത്, അതായത് സീനിയറായിട്ടുള്ള ഒരു ഓഫീസറാണിത് പറഞ്ഞത്, പാകിസ്ഥാൻ ന്യൂക്ലിയർ വെപ്പൺസ് വെച്ച് ഇന്ത്യയെ അറ്റാക്ക് ചെയ്യുവാണെങ്കിൽ, അതായത് ഇന്ത്യക്ക് അതിൻ്റെ എല്ലാ സഹായവും അതിൻ്റെ ആൻറ്റി ന്യൂക്ലിയർ വെപ്പൺസും തന്നിരിക്കുന്നത് ഇസ്രായേലാണ്. കാരണം ചൈനയുടെ ആക്രമണം ഉണ്ടാകുമോ, പാകിസ്ഥാൻ്റെ ന്യൂക്ലിയർ വെപ്പൺസിൻ്റെ ആക്രമണം ഉണ്ടായാൽ, കാരണം ഇന്ത്യ ഫസ്റ്റ് യൂസ് അല്ല പറഞ്ഞേക്കുന്നത് ന്യൂക്ലിയർ വെപ്പൺസിനെ പറ്റി നമ്മൾ ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. നമ്മളെ ആരെങ്കിലും ന്യൂക്ലിയർ വെപ്പൺസ് വെച്ച് അറ്റാക്ക് ചെയ്യുവാണെങ്കിൽ മാത്രമേ നമ്മൾ ന്യൂക്ലിയർ വെപ്പൺസ് കൗണ്ടറായിട്ട് ഉപയോഗിക്കുകയുള്ളൂ. അപ്പോൾ തടയുക. അപ്പോൾ അതിൻ്റെ എക്യുപ്മെൻസും സാധനവും വെപ്പൺസ്, ആൻറ്റി ന്യൂക്ലിയർ വെപ്പൺസ് സാധനങ്ങളെല്ലാം തന്നിരിക്കുന്നത് ഇസ്രായേലുമായിട്ടാണ്. ഇസ്രായേലിന് ഈ സംഭവം ആൻറ്റി ന്യൂക്ലിയർ വെപ്പൺ സാധനം ഏകദേശം 25 വർഷം കൊണ്ടുണ്ട്. അവർക്കറിയാം ഇതെങ്ങനെ തടയണം. അത് കാരണം ഈ ഇറാൻ നടത്തിയ ഈ ആക്രമണം ഉണ്ടല്ലോ, ഏകദേശം 300-400 ഡ്രോൺസും മിസൈൽസും ഒക്കെ വെച്ചിട്ട്, അപ്പം അതിനെപ്പറ്റി പറയുന്ന കൊറിയോഗ്രാഫിയാണ് ആകാശത്ത് നടന്നത്. അല്ലാതെ ഇതാണ് ബേസിക്കലി ഇസ്രായേലിന് കിട്ടിയ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. കാരണം ടെക്നോളജിയിൽ അവർ വെൽ അഡ്വാൻസ്ഡ് ആണ്. പിന്നെ മറ്റൊരു സംഭവം എന്ന് പറയുന്നത്, ഇറാൻ്റെ കയ്യിലിരിക്കുന്ന മിസൈൽസ്, ഇതിനൊന്നും ന്യൂക്ലിയർ വെപ്പൺസ് വലിയ ലോഡാണ്, പേലോഡ് കൂടുതലാണ്. ഇത് വെച്ച് ഫ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. ഇത് അവിടെ കിടന്ന് പൊട്ടും. കാരണം ഇതിൻ്റെ സ്പീഡിനെ പറ്റിയും വരാം. ഇപ്പം അവരുടെ ബാലിസ്റ്റിക് മിസൈലിൻ്റെ സ്പീഡിനെ പറ്റിയും ഏകദേശ ധാരണ പത്രങ്ങൾ കൊടുക്കാൻ തുടങ്ങി. കാരണം ഈ ഇൻ്റലിജൻസ് സോഴ്സും അതേപോലെ സാറ്റലൈറ്റും വെച്ച സ്പീഡ് അളന്നിട്ടാണ് കൊടുത്തേക്കുന്നത്. അതിന് 600-700 കിലോമീറ്റർ സ്പീഡേ ഉള്ളൂ. അതുമല്ല, ഇത് പോകുന്ന ഈ അവരുടെ മിസൈലും ഈ ഡ്രോണും പോകുന്നത് എയർബസ് 320 എയർക്രാഫ്റ്റ് എങ്ങനെയാണ് എയർബോൺ ചെയ്യുന്നത്, അത്ര ശബ്ദമാണ്. അതായത് 5-10 കിലോമീറ്റർ ദൂരത്തുള്ളവർക്ക് കേൾക്കാൻ പറ്റും, ഇത് ചെവി കുത്തി പിടിക്കേണ്ടി വരും, അത്ര ശബ്ദമാണ്. ഇതിൻ്റെ ഫാസ്റ്റും ഇത്രയേ ഉള്ളൂ. ഇവരൊരു കാരണവശാലും ഇറാൻ അവരുടെ ന്യൂക്ലിയർ വെപ്പൺസ് മിസൈലിൽ വെച്ച് ടെസ്റ്റ് ചെയ്തിട്ടില്ല. കാരണം ജസ്റ്റ് അവർ അച്ചീവ് ചെയ്തു എന്നേ ഉള്ളൂ. ഇതാണ് അവർക്ക് പേടി. ഇത് ആരാണ് അവരെ സഹായിക്കുന്നത്? ഈ പറയുന്ന എന്തെങ്കിലും റിട്ടാലിയേഷൻ ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നുണ്ടായാൽ ഇതിൻ്റെ റേഡിയേഷൻ കൊണ്ട് ചിലപ്പോൾ ആ സിറ്റി തന്നെ ഇല്ലാതായിപ്പോവും. ഈ ഇറാൻ എന്ന് പറയുന്ന സംഭവം ഇല്ലാതായിപ്പോവും. ഇതിനു വേണ്ടിയാണ് ഇവർ ലോകം മുഴുവനും കാലേ പിടിക്കുകയാണ്. ഫ്രഞ്ച് ന്യൂക്ലിയർ സയൻറ്റിസ്റ്റുകളുമായിട്ട് ഇവർ സംസാരിക്കുന്നത്, അവരെല്ലാം റഫ്യൂസ് ചെയ്തു. അതിൻ്റെ ഭയമാണ് ഇന്ന് ഇറാൻ്റെ തലയ്ക്കുള്ളത്. കാരണം അവൻ്റെ ബോംബ്, അവനുണ്ടാക്കിയ ന്യൂക്ലിയർ ബോംബ് പൊട്ടിച്ചാൽ ഉണ്ടാകുന്ന സ്ഥിതി എന്താണെന്ന് ഇപ്പോഴവന് ബോധ്യം വന്നു തുടങ്ങി.